നമസ്കാരം, ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് തൃശൂർ കോടതിയിലേക്ക് ഭീഷണി സന്ദേശം. ഇമെയിൽ വഴിയാണ് സന്ദേശം ലഭിച്ചത്. തുടർന്ന് കോടതി അധികൃതർ വിവരം തൃശൂർ കളക്ടർക്ക് കൈമാറി. തൃശൂർ കളക്ടർ വിവരം ഇടുക്കി കളക്ടറെയും അറിയിച്ചു. ഇതോടെ അധികൃതർ എത്തി പരിശോധന തുടങ്ങി. ഇടുക്കിയിലെ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പോലീസും സംയുക്തമായാണ് അണക്കെട്ടിൽ പരിശോധന നടത്തിയത്. തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഷട്ടർ, മെയിൻ ഡാം, ബേബി ഡാം ഷട്ടർ എന്നിവിടങ്ങളിലാണ് പരിശോധന നടന്നത്. അതിനിടെ ബോംബ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ തേക്കടിയിൽ വാർത്തകൾ ശേഖരിക്കുന്നതിനും ദൃശ്യങ്ങൾ പകർത്തുന്നതിനും എത്തിയ മാധ്യമപ്രവർത്തകരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തടഞ്ഞത് ശക്തമായ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ച ശേഷമാണ് മാധ്യമ സംഘം സ്ഥലത്തെത്തിയത്. എന്നാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരായ ജിനീഷ് കുമാർ മാധ്യമപ്രവർത്തകരെ തടയുകയും മോശമായി പെരുമാറുകയും ചെയ്തുവെന്നാണ് ആരോപണം. ഈ നടപടിക്കെതിരെ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണിതെന്നും മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടി.